ഡോപ്പയിൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഫാക്കൽറ്റീസ് ആയിട്ട്. നമ്മൾ അഷ്റഫ് സാർ, ഷഫീഖ് സാർ, അങ്ങനെ കുറച്ച് പേര്. സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് നീറ്റ് 2020 കേരള റാങ്ക് 1 അടിച്ച ഒരാള്, ആയിഷ എസ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എടി ആയിഷക്കാണ് ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞു. ഞാൻ ഉറക്കത്തെ എണീച്ചിട്ട് ഏത് ആയിഷ പറഞ്ഞ നമ്മളായിഷ. മുൻവിധികൾ ഒഴിവാക്കുക. ഒരുപാട് തോട്ട്സ് വരും തലയിലേക്ക്, ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ, മീൻസ് ഉണ്ടല്ലോ. എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ 40 വയസ്സായിട്ടാണ് ഡോക്ടറാകാൻ പോകുന്നത് ചോദിച്ചിട്ടുണ്ട് എന്നോട്. ഞാനത് ചിരിച്ചു തള്ളിയിട്ടാണ്. നല്ല അടിപൊളി മെന്ററിനെ കിട്ടിയ ആകാശേട്ടൻ അത് എന്താ പറയുക, A to Z പറഞ്ഞു തരും ഏതൊക്കെ വിധത്തിൽ കൊണ്ടുപോകണം എന്നുള്ളത്. ഹായ് ഓൾ, ഡോക്ടർ നിയാസാണ് ഫ്രം ഡോപ്പ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ള യാരിയാണ്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഒരു ടോപ്പറാണ്. യാരി നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചിലർ പ്രൊഡക്റ്റ് മാത്രം പറയാൻ പറ്റില്ല, ഹൈബ്രിഡിൽ ഉണ്ടായിരുന്നു, പിന്നെ റെസിഡൻഷ്യൽ ഉണ്ടായിരുന്നു. സോ നമ്മുടെ 2 ബാച്ചിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നല്ലൊരു റാങ്ക് വാങ്ങിച്ചു. ഡെഫിനറ്റ്ലി കേരള റാങ്ക് വരാനുണ്ട്. റാങ്ക് വന്നു കഴിഞ്ഞാൽ അറിയാം. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് തന്നെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? കാലിക്കറ്റ് തന്നെ ആയിരിക്കും. വീട് എവിടെയാണ്? കാലിക്കറ്റ് കൊയിലാണ്ടിയാണ്. വന്നു പോവോ? ഞാൻ അതിന്റെ ഒരു ആലോചന എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി സ്പോട്ടിൽ ചോദിച്ചത്. എങ്ങനെ വന്നു പോകും? ഓക്കെ, അത് മെഡിക്കൽ കോളേജ് എത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഇന്റർവ്യൂവിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് യാരി ഡെഫിനറ്റ്ലി സ്പെഷ്യൽ കേസ് ആണെന്ന് തന്നെ പറയാം. കാരണം സാധാരണ കസ്റ്റമർ സ്റ്റൈലിൽ വരുന്ന പോലെ ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റ് നേരെ എഴുതി കയറുന്നതോ അല്ലെങ്കിൽ നേരെ വന്ന് റിപ്പീറ്റ് ചെയ്യുന്നതല്ല. അതിനിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യാരിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞോളൂ, എങ്ങനെയായിരുന്നു ജേണി? ഓക്കെ, ഞാനപ്പോ BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് യാരി കൊയിലാണ്ടിയാണ് വീട്. പിന്നെ എവിടെ പഠിച്ചത്? ഞാൻ +2 പഠിച്ചത് കൊയിലാണ്ടി ബോയ്സ് ഹൈസ്കൂളിലാണ്. പേര് കേട്ടിട്ട് പഠിക്കണ്ട, ഞാൻ ഗേളാണ്. അപ്പോ എന്താ പറയാ, അവിടുത്തെ എൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ വത്സല ടീച്ചർ, അപ്പോ അവരിൽ നിന്നൊരു സ്വാധീനം ഉണ്ടായതുകൊണ്ടാവാം BSc ഫിസിക്സിലേക്ക് പോയത്. അപ്പോൾ അധ്യാപകരോടുള്ളൊരു സ്നേഹം, അങ്ങനത്തെ സബ്ജക്റ്റിനോട് തീർച്ചയായും. അതെ, എനിക്ക് 96% ആണ്. അങ്ങനെ നേരെ ഫിസിക്സ് പഠിക്കാൻ തീരുമാനിച്ചു. എവിടെയാണ് ഫിസിക്സ് ജോയിൻ ചെയ്തത്? ഞാൻ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട്, മീൻചന്ത ആർട്സ് എന്ന് പറയും, അവിടെയാണ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, ഏത് ഇയറിലാണ് +2 കഴിഞ്ഞത്? ഞാൻ +2 കഴിഞ്ഞത് 2018, പിന്നെ 1922 ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയി. എന്റെ നേരെ ഡോപ്പയിലേക്ക് എത്തി. ഈവൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഡോപ്പയിലെത്തി. ഞാൻ ഈ റിപ്പീറ്റിംഗ് ഫേസിന്റെ ഒരു ഹാഫ് ആയപ്പാണ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ രണ്ടും കൂടെ കൊണ്ടുപോയതാണ്. ആക്ച്വലി അതാണ് ആ സമയത്ത് ഹൈബ്രിഡിൽ നിന്നുകൊണ്ട്. അതെ, ഹൈബ്രിഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം അതാണ്. എനിക്ക് കോളേജായിട്ട് ഡിഗ്രി ഫിസിക്സ് ചെയ്തു. ഫിസിക്സിൽ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ വന്ന് എങ്ങനെയുണ്ട്? 82% ആണ്. ബാച്ചിലെ കാര്യങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ഫിസിക്സ്? കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഫിസിക്സിന് മാർക്കുണ്ട്. എനിക്ക് പോയത് ഹിന്ദിയും അങ്ങനെ ലാംഗ്വേജ് ആണ് പ്രശ്നം. അതുണ്ട്. നമുക്ക് ആദ്യത്തെ 4 സെമസ്റ്റർ കോംപ്ലിമെന്ററി സബ്ജക്ട് വരുന്നുണ്ട്. കെമിസ്ട്രി, മാത്സും വരുന്നുണ്ട്, പിന്നെ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും ഒക്കെ വരുന്നുണ്ട്. അവസാനത്തെ 2 സെമസ്റ്ററിലാണ് കോർ സബ്ജക്ട് വരുന്നത്. അപ്പൊ ഡിഗ്രി പഠിക്കുമ്പോൾ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ പഠിച്ച് ഡിഗ്രി ഏതെങ്കിലും ഇയറിൽ വൈസ് ചെയ്ത് ഇതുണ്ട്, എക്സാംസ് ഉണ്ടോ? അല്ല, നമുക്ക് സെമസ്റ്റർ ആണ്. ഓരോ സെമസ്റ്ററിൽ എക്സാം ഉണ്ട്. ഏതെങ്കിലും എക്സാം പ്രിപ്പറേഷന്റെ ബാക്കി കാരണം തടസ്സം വന്നിട്ടുണ്ടോ? തടസ്സം വന്നിട്ടുണ്ടെന്ന് പറയാം. പ്രശ്നം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ലാംഗ്വേജ് ആണ് മാർക്ക് വന്നത്, ഇംഗ്ലീഷും ഹിന്ദിയും. തടസ്സം വന്ന് ഇൻ ദി സെൻസ് രണ്ടാമതൊന്നും കൂടി പേപ്പർ അപ്പയർ പാസ്സാണ്. ഓക്കെ, അപ്പൊ ഡിഗ്രി അടിപൊളിയായിട്ട് എല്ലാ പേപ്പറും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായിട്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ നോളജ് ഇല്ല, അതുകൊണ്ട് ഞാൻ ആ പാട്ട് അങ്ങനെ ചോദിച്ചത്. സോ നല്ല സ്കോർ ചെയ്ത് ഡിഗ്രി പാസ്സായി. ഫ്രണ്ട്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടല്ലേ എന്താണ് PG പോകണം എന്നുള്ളത്? ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ പഠിക്കുമ്പോൾ ഫിസിക്സിനെ തുടരാൻ ഉണ്ടായതാണോ? ഈ ഒരു തോട്ട് എങ്ങനെ വന്നത്? ഈ ഒരു തോട്ട് എനിക്ക് വന്നത് ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ്. നീറ്റ് 2020 കേരള റാങ്ക് 1 അടിച്ച ഒരാള്, ആയിഷ എസ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. നമ്മള് 4 പേരുള്ള ഒരു ഗ്യാങ് ആണ്. അപ്പൊ അതില് ഏറ്റവും അലമ്പാണ് ആയിഷ. നമുക്ക് വലിയ അത്ഭുതമാണ്. അതിലൊരാളുടെ പേര് അജ്വദ് എന്നാ. ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എടി ആയിഷക്കാണ് ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞു. ഞാൻ ഉറക്കത്തെ എണീച്ചിട്ട് ഏത് ആയിഷ പറഞ്ഞ നമ്മളായിഷ. സംഭവം അത്രേ ഉള്ളൂ. അതാണ്. അപ്പൊ ഒരു റാങ്ക് കുട്ടി എന്ന് പറയുന്ന ഒരു സാധനം ഒന്നും ഇല്ല.
അപ്പോൾ ഒരു പേഴ്സന്റെ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്നുള്ള റിയലൈസേഷൻ അവിടെ കിട്ടി. ആയിഷ ഇന്റർവ്യൂ ആണ്. ആയിഷോട് എന്താ പറയാനുള്ളത്? ആയിഷ ഇന്റർവ്യൂ അത് പേഴ്സണലി കൊടുത്താൽ മതി. എയിംസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് നമ്മളൊരു ഫസ്റ്റ് ഡോപ്പ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇട്ട ഒരു ഇന്റർവ്യൂ ഒക്കെ ആയിരുന്നു ആയിഷൻ്റെത്. ആയിഷ നമ്മുടെ ബാട്ടിന്റെ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എയിംസിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇൻസ്പയറിംഗ് ആയിട്ടാണ്. തീർച്ചയായും. കാരണം നമ്മളെ കൂടെ എല്ലാ കളിയും എല്ലാ കുരുത്തക്കേടുണ്ടായ ഒരു കുട്ടി, അപ്പൊ അവളെ കൊണ്ട് ഇതൊക്കെ സാധിച്ചില്ലേ. അപ്പോ ഇത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ ട്രൈ ചെയ്യേണ്ടതാണ് എന്ന് തോന്നി. അപ്പം എന്താണ് അത് കഴിഞ്ഞിട്ട് എന്താ അവളെ ഭാഗത്തുനിന്ന് ഞാൻ അറിയുന്നത് ഒരുപാട് മെഡിക്കൽ ഫീൽഡിനെ സംബന്ധിച്ച്. പിന്നെ മനുഷ്യരെ സ്പർശിക്കുക, അതിന്റെ ഒരു വശം വേറെ, അത് വേറെ വശം. ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽഡായി തോന്നി. വീട്ടിലൊക്കെ പ്രസന്റ് ചെയ്തു. വീട്ടിൽ പറഞ്ഞപ്പോ യാതൊരു വിധത്തിലുള്ള ഒബ്ജക്ഷൻസ് ഉണ്ടായിട്ടില്ല. അവര് ഫുള്ളി സപ്പോർട്ടഡ് ആയിരുന്നു. വീട്ടിൽ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. നല്ലൊരു ആഗ്രഹം വന്നു. എന്ത് സ്റ്റെപ്പ് എടുത്തു? ആദ്യം തന്നെ എന്തായാലും ഡിഗ്രി അവിടെ വെച്ചിട്ട് പോവുക അങ്ങനെ വിചാരിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തായാലും നീറ്റിന്റെ ഒരു സബ്ജക്റ്റ് ആണ്, ഇതിന്റെ ഒരു 10 മടങ്ങാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫിസിക്സ് എന്തായാലും എളുപ്പമായിരിക്കുന്നത് ഉറപ്പല്ലേ. ഇപ്പൊ ഫിസിക്സിന്റെ കാര്യം ഉറപ്പായി, ഓക്കെ ആയി. ഇനിയുള്ളത് കെമിസ്ട്രി ഇനോർഗാനിക് ആണ്. കെമിസ്ട്രി ഫിസിക്കലും ഓർഗാനിക്കും നമ്മൾ പഠിക്കുന്നുണ്ട്, കാരണം ഫിസിക്സിന് വേണ്ട കെമിസ്ട്രി ആണത്. അപ്പൊ ഫിസിക്കലും ഓർഗാനിക്കും സെറ്റായി, കുഴപ്പമില്ല. പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രിയും ബയോളജിയും, അത് ഞാൻ കാര്യമായിട്ട് പഠിച്ചത് അതാണ്. ബയോളജി ആയിരുന്നു ചലഞ്ചിങ്. ഈ ഒരു 2 അല്ലെങ്കിൽ 3 വർഷത്തെ ടച്ച് വിട്ടത് കാരണമുള്ള നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കെമിസ്ട്രിയും ശരിക്കും ഉണ്ടായിട്ടുണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രിയും ബയോളജിയും. ഈ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഇങ്ങനെയൊക്കെ ടച്ച് പോയത് കാരണം എപ്പോഴെങ്കിലും ഗീവ് അപ്പ് ചെയ്യുക അത് ടച്ച് വരുന്നത് കാരണം ബുദ്ധിമുട്ടാണ്. ഈവൻ ദോ നിങ്ങൾ ഫ്രണ്ട് ആയിട്ടുള്ള ആഴ്ച 1ാം റാങ്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു ആ സമയം കൊണ്ട് കണ്ടിന്യൂഷൻ ട്രൈ ചെയ്തുകൊണ്ടായതാണ്. ഞാനൊരു വിട്ടത് കാരണം ഇനി എന്നോട് പോസിബിൾ അല്ല എന്ന് തോന്നിയ സമയം അങ്ങനെ തോന്നിയിട്ടില്ല, അങ്ങനെ ഗീവ് അപ്പ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ഡിപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്താ പറയാ, മനുഷ്യരല്ലേ, സ്വാഭാവികല്ലേ, അങ്ങനെയുള്ള മോട്ടിവേറ്റ് ചെയ്ത് കീപ്പ് ചെയ്തു. രണ്ടാമത് തിരിച്ചു കയറും. ഫ്ലക്ച്വേഷൻസ് ഡെഫിനറ്റ്ലി വരും അല്ലേ. അപ്പൊ ഇതേപോലെ പല ആഗ്രഹങ്ങൾ തോന്നിയ ആളുകളുണ്ടാവും. ചിലപ്പം യാരീനെ പരിചയമുള്ള ആളുകൾ ഇപ്പൊ ഇതേപോലെ പറഞ്ഞതുപോലെ ചിലപ്പോൾ എനിക്ക് ഭാവിയിൽ ഇന്റർവ്യൂ എടുക്കാൻ പറയും, ആ യാരി അലമ്പ് കളിച്ച യാരിക്ക് പോസിബിൾ ആണ്. ആയിഷനെ പറഞ്ഞതുപോലെ ഈ കച്ചറ കളിച്ച് കിടന്ന യാരിക്ക് പോസിബിൾ ആണ്, എനിക്ക് പോസിബിൾ ആണ് എന്ന് തോന്നിയ ആളുകളുണ്ടാവും. ഇപ്പൊ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് തോന്നിയ പേഴ്സൺസ് ഉണ്ടാവും. ചിലപ്പോൾ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് എന്താ പറയാനുള്ളത്? എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ളത്? എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? ആദ്യം തന്നെ മുൻവിധികൾ ഒഴിവാക്കുക. ഒരുപാട് തോട്ട്സ് വരും തലയിലേക്ക്, ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ, മീൻസ് ഒരു ദിവസം 12, 13, 14, 15 മണിക്കൂർ ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുമോ, ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരില്ലേ, അങ്ങനെയുള്ള. പക്ഷെ അത് നമ്മൾ അതിലേക്ക് അങ്ങ് എന്താ പറയുക പൊരുത്തപ്പെട്ട് വരും, ഇന്റൻഷൻ അത്രത്തോളം സ്ട്രോങ് ആണെങ്കിൽ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ആസ്വദിക്കുന്ന ഒരു സമയം തന്നെ വരും. സമയം എന്നല്ല, ആ ഒരു പീരീഡിൽ നമ്മൾ അത് എൻജോയ് ചെയ്യുകയും ചെയ്യും. ആ ഒരു വേദന, ബുദ്ധിമുട്ട് നമ്മൾ എന്താ പറയാ ആഘോഷിക്കും, സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കും. സോ ഇങ്ങനെ ഡിഗ്രി അല്ലെങ്കിൽ വേറെ കോഴ്സ് എടുത്തതിൻ്റെ കൂടെ തന്നെ നീറ്റ് എഴുതുന്ന ആളുകൾ, ഈ ആരിനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് പോകുന്ന ആളുകൾ, അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം? എന്തൊക്കെ കാര്യങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും അവർ മുന്നോട്ട് ഇതിനു വേണ്ടി ഇറങ്ങുമ്പോൾ? ഓക്കെ, അതിപ്പോ നമ്മളെ കോർ സബ്ജക്ട് കയ്യിലുണ്ട്. അത് BSc ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബോട്ടണി സോളജി എന്തും ആവട്ടെ, കോർ സബ്ജക്ട് കയ്യിലുണ്ട്. ആ ഒരു ആശ്വാസം ഉണ്ടാവും, കോൺഫിഡൻസ് നിങ്ങളുണ്ടാവും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് എന്തായാലും അതിൽ നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അപ്പം നമ്മളത് മൈൻഡ് സെറ്റ് ചെയ്യുക, എന്തായാലും ഇതിൽ ഞാൻ വീക്കാണ്, ഒരു 0 ലെവലാണെന്ന് തന്നെ വിചാരിക്കുക, അതിനനുസരിച്ച് തുടങ്ങുക. നമ്മൾ ഈ LKG മുതലേ പഠിക്കുന്ന LKG കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന പോലെ ആ ഒരു രീതിയിൽ തന്നെ നമ്മളെ കൊണ്ടുപോവുക. എന്താ പറയുക, ആ ഒരു പ്രോസസ്സാണ് ഈ മല കയറുന്ന പോലെ, അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നുള്ളത്. ബയോളജി ഞാൻ ചെയ്തത്, എൻ്റെ ഉമ്മ ചിരിക്കുകയായിരുന്നു. ഞാൻ ബയോളജി പഠിക്കുന്ന ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒന്നും മനസ്സിലാക്കുന്നുണ്ട്, പൊട്ടം കളിക്കാന്നറിയില്ല. ആ കളി തന്നെ ആദ്യം ഒന്നും മനസ്സിലാവാത്ത പോലെ. പിന്നെ എനിക്ക് ഒട്ടും പറ്റാത്ത കാര്യമാണെങ്കിൽ ഒരു പോക്കറ്റ് നോട്ട് അങ്ങനെ എടുത്തിട്ട് അതിൽ NCERT ലൈൻ തന്നെ അങ്ങനെ തന്നെ എഴുതി വെക്കും. പിന്നെ സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ്സിൽ വെറുതെ ബ്രേക്കോ എന്തെങ്കിലും കിട്ടില്ല, അപ്പൊ എപ്പോഴും ഇതിങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അപ്പൊ അങ്ങനെ കുറെ ട്രൈ ചെയ്തുകൊണ്ടാണ് ഈവൻ ഒരു കീറാമുട്ടി ആയിട്ടിരിക്കുന്ന ബയോളജി ഒക്കെ അങ്ങനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൻ ജനറൽ പറയുകയാണെങ്കിൽ ഒരു വീട്ടുകാര് അല്ലെങ്കിൽ വീട്ടുകാരത്തെ പോട്ടെ, ഫ്രണ്ട്സ്, നാട്ടുകാര്, ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട്സും നാട്ടുകാരും ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ പേരൻസ് ഓൺലി.
ശരിക്കും അങ്ങനെ തന്നെ. കാരണം എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വീട്ടിൽ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല, നമ്മളെടുത്ത് പിക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടും മീൻസ് സ്കൂൾ കിഡ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമും കോളേജ് സ്റ്റുഡൻറ് എന്നുള്ള പ്ലാറ്റ്ഫോം രണ്ടും രണ്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ആയി. പിന്നെ നമ്മൾ കോളേജിലപ്പോൾ ഒരുപാട് സംഘടനകളുടെ ഭാഗമായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അവിടുന്ന് വേറെ ഒരു എന്താ പറയുക റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ ഡൈനാമിക്സ് ഇല്ല, സ്റ്റാറ്റിക്സ് ഉണ്ട്. ഇങ്ങനെ പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കിട്ടില്ല. അങ്ങനെ തന്നെ ആ ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം. അപ്പോൾ അത് നല്ല ചലഞ്ചിങ് ആയിരുന്നു. അത് മാനേജ് ചെയ്ത് ഞാൻ പറഞ്ഞത് അത് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് മാത്രം ക്ലോസ് ഫ്രണ്ട്സിനോട് മാത്രം ഇങ്ങനെ ഡിസിഷൻ എടുത്ത് അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അവർക്ക് അത് മനസ്സിലായി, ആ രീതിയിൽ നിന്ന്. ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒന്നും അറിയില്ല, റിസൾട്ട് വന്നപ്പോഴാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഈ റിലേറ്റീവ്സ് ആരെങ്കിലും സാധാരണ നമ്മൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് ഒരു ഹെൽപ്പും എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ള റിലേറ്റീവ്സ് ഇൻ്റർവ്യൂ കാണണം എന്നുള്ളതാണ്. കാരണം എന്ത് ചെയ്യുമ്പോഴും മോളെ അതിനൊരു വർഷം പോവല്ലേ, അല്ലെങ്കിൽ മോനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, മോനെ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ. പ്രത്യേകിച്ച് അവർക്കൊരു അഭിപ്രായം ഉണ്ടാവില്ല. ലൈഫിൽ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ ചെയ്യാത്ത പേഴ്സൺസ് ആണ് ഇതേപോലത്തെ വേവലാതികൾ പറയാറുള്ളത്. അത് നമ്മൾ ടിപ്പിക്കലി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ 40 വയസ്സായിട്ടാണ് ഡോക്ടറാകാൻ പോകുന്നത് ചോദിച്ചിട്ടുണ്ട് എന്നോട്. ഞാനത് ചിരിച്ചു തള്ളിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്, എനിക്കത് പ്രശ്നമില്ല. ആണ്. അതായത് പക്ഷെ ഞാൻ പീപ്പിൾ പേഴ്സൺ ആണ്. അതായത് എനിക്ക് ജനങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, മനുഷ്യരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെ ഭാഗത്ത് നിന്ന് എന്തും സംഭവിക്കാം, നല്ലതും സംഭവിക്കുക, നല്ലതല്ലാത്ത നമുക്ക് ഫേവറോട് അല്ലാത്തതും സംഭവിക്കുക. എന്തായാലും നമ്മളെ ബോധർ ചെയ്യരുത് എന്നുള്ളതാണ്. ഓക്കെ, അവരങ്ങനെ പലതും പറയും, പക്ഷെ നമ്മുടെ ഗോൾ എന്താ വെച്ച് കൊണ്ടുപോകുക, അവർ അവരുടേതായ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അവരുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ അപ്രീഷിയേഷൻ ചെയ്യുന്ന അവരെന്നെ ഇപ്പൊ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പം ഇതല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം ഫ്രണ്ട്സ് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? വേറെ ഞാൻ എന്താ പറയുക, പാട്ടിന്റെ നല്ല ഭ്രാന്തുള്ള ആളാണ്. അപ്പൊ അത് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനും അനിയത്തി ഭീകര പാട്ടുകാരിയാണ്, അവള് സ്റ്റേറ്റ് കലോത്സവം വിന്നറൊക്കെയാണ്. അപ്പോ നമ്മൾ രണ്ടാളെ ഒരു എന്താ പറയുക ഡുവൽ സാധനം ഉണ്ടാവില്ലേ പാട്ടിന്റെ ആ ഒരു ലോകത്ത്. ഇങ്ങനെ എല്ലാ വീട്ടിൽ തന്നെ ഇങ്ങനെ മീൻസ് ഒരു ബോറടി എന്ന് പറയുന്ന പരിപാടി ഇല്ല, അല്ലെങ്കിൽ ഫ്രീ പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴും ആ പാട്ടിന്റെ ആപ്പില് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ആ കാര്യമല്ല, ഞങ്ങൾ രണ്ടാളും ഒരേ വീട്ടിലല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു പാട്ടിന്റെ ഒരു സംസാരവും അത് പറ്റിയില്ലല്ലോ ആ ഒരു സമയം. അതെനിക്ക് പ്രശ്നമായി. പിന്നെ ഒന്ന്, ഞാൻ എന്താ പറയാ പുസ്തകങ്ങളിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് മീൻസ് ഒരു ദിവസം ഒരു 40 പേജെങ്കിലും ഞാൻ വായിക്കും, 40-50 എനിക്ക് നിർബന്ധമാണ്. അപ്പൊ വായന, പാട്ട്, പിന്നെ ഈ പറഞ്ഞ ഫ്രണ്ട്സ്, മനുഷ്യര്, ഈ മൂന്നും ഭയങ്കര. അതിന്റെ കൂടെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് വരുന്ന സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആണ്. സോഷ്യൽ മീഡിയയിൽ ഇല്ല, അങ്ങനെ വലിയ തോതിലില്ല, എന്നാലും കുറഞ്ഞ രൂപത്തിൽ കാരണം നമ്മൾ +2 വരെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ഡിഗ്രി പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് മസ്റ്റ് ആണ്, അല്ലെങ്കിൽ റേഷൻ കാർഡ് ഇല്ലാത്ത പോലെയാണ്. അതെ, അങ്ങനെയാണ്. നമ്മൾ കാലത്തിനനുസരിച്ച് മാറണ്ടേ. അപ്പൊ റെസ്ട്രിക്ട് ചെയ്തു. റെസ്ട്രിക്ഷൻ അല്ല, തീരെ യൂസ് ചെയ്തില്ല, കംപ്ലീറ്റ് പോക്കി കളഞ്ഞു. വാട്സാപ്പിൽ എല്ലാ കോണ്ടാക്ട്സും ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. വെച്ചതാണോ എന്താണ്? കംപ്ലീറ്റ് കോണ്ടാക്ട്സ് ബ്ലോക്ക് ചെയ്ത് ഞാൻ. എന്നിട്ട് പിന്നെ നമ്മൾ ഹൈബ്രിഡിന്റെയും എയിംസ് ബാച്ചിന്റെ ഒക്കെ ഗ്രൂപ്പ് അല്ലേ ഉള്ളൂ, അത് ഉമ്മാന്റെ ഫോണിലേക്ക് ആക്കി. ഓക്കെ. അപ്പോൾ കുറെ പ്രിപ്പറേഷൻസ് ഇതിന്റെ പാർട്ടായി നടക്കുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് ബുക്ക് ട്രൈ ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത്, അതായത് +2 ഓൺ ഫ്ലോയിൽ പോകുന്ന സമയത്ത് നമ്മളെ അതേ പിയർ ഗ്രൂപ്പ് ഒക്കെ അതേ രൂപത്തിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. പിയർ ഗ്രൂപ്പ് അതല്ലാതെ വരുമ്പോൾ, ഫാമിലി മെമ്പേഴ്സ് അത് ആന്റിസിപ്പേറ്റ് ചെയ്യാതെ വരുമ്പോൾ കുറേ പ്രശ്നങ്ങൾ നമുക്ക് വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റിയ രൂപത്തിലേക്കാണ്, ഇൻക്ലൂഡിങ് സോഷ്യൽ മീഡിയ റെസ്ട്രിക്ഷൻ, ഫാമിലി മെമ്പേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഫ്രണ്ട്സിനോട് എന്ത് പറയണം, അവരോടുള്ള ആ ഒരു ഹാങ് ഔട്ട്സ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യണം. അയ്യോ നമ്മൾ മറന്നോ പോയോ ആ ഒരു വിധത്തില്. ഓക്കെ. കാരണം അത് കൂടുതൽ പ്രഷർ ആവും. അഥവാ പോസിബിൾ ആണ്, കിട്ടാണ്ട് പോവുക എന്നുള്ളത് പോസിബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലാനുള്ളതാണ്. ബോധം എനിക്കുണ്ടായിരുന്നു. കാരണം MSc ഉള്ള ഒരു ഷുവർ സീറ്റ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇതിന് വരുന്നത്. അതും ആ ഒരു ബോധം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ ടെൻഷൻ. കാരണം ഫിസിക്സ് കയ്യിലുണ്ട്, എല്ലാവരും എടുത്താൽ പൊങ്ങാത്തതായിട്ട് പറയും. ബയോളജി പറ്റുന്നുള്ളൊരു വിശ്വാസം വന്നു തുടങ്ങി. ഇങ്ങനെ എന്താ പറയുക, പതിയെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ഞാൻ തന്നെ കണ്ടു തുടങ്ങി. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ നമ്മുടെ എയിംസ് ബാച്ചിലാണ് ഉണ്ടായിരുന്നത്. ഹൈബ്രിഡിൽ നിന്ന് നല്ല സ്കോറൊക്കെ ചെയ്തപ്പോൾ അങ്ങോട്ട് പുഷ് ചെയ്ത് എയിംസ് ബാച്ചിലേക്കൊക്കെ എത്തിയിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഈ പ്രിപ്പറേഷൻ ഇതൊക്കെ ഹെൽപ്ഫുള്ളായി തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്?
ഹെൽപ്ഫുൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഫോർ എക്സാമ്പിൾ ആകാശായിരുന്നു മെന്റർ ആരായിരുന്നു? മെന്റർ എനിക്ക് നല്ല അടിപൊളി മെന്ററിനെ കിട്ടിയ ആകാശേട്ടൻ അത് എന്താ പറയാ A to Z പറഞ്ഞു തരും ഏതൊക്കെ വിധത്തിൽ കൊണ്ടുപോകണം എന്നുള്ളത്. നമ്മളെ വീക്ക് പോയിന്റ്സ് തന്നെ എടുത്തിട്ട് തന്നെ പറഞ്ഞു തരും. അപ്പൊ അത് ആ രൂപത്തിൽ കൊണ്ടുപോകാൻ അതേപോലെ ഹെൽപ്ഫുൾ ആയി. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഹൈലൈറ്റഡ് ആയി തോന്നി? ചിലപ്പം ഡോപ്പയിൽ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം ആന്റിസിപ്പേറ്റ് ചെയ്ത് തോന്നിയ കാര്യങ്ങളായിരിക്കാം. ഡോപ്പയിൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഫാക്കൽറ്റീസ് ആയിട്ട്. നമ്മൾ അഷ്റഫ് സാർ, ഷഫീഖ് സാർ, അങ്ങനെ കുറച്ച് പേര്. പിന്നെന്താ പറയുക, ഒരുപാട് കുഞ്ഞുണ്ണി ഭാഷകളുള്ള ഒരു സെന്റർ എന്ന് പറയേണ്ട, എന്താ പറയുക, വല്ലാത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഡോപ്പ. കാരണം അഷ്റഫ് സാർ എസ്പെഷ്യലി, കാരണം എന്താ പറയുക, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അനായാസം കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അതിന്റെ വൈകാരിക വശം വേറെ ഒന്നുണ്ട്. അതേപോലെ തന്നെ ഷഫീഖ് സാറൊക്കെ ടീച്ച് ചെയ്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നിയിട്ടുണ്ട്. ഞാൻ സാറ് നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യുന്നതിൽ കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളത്. അത്ര എളുപ്പമാക്കി, ഫിസിക്സ് പോലുള്ള ഒരു വിഷയത്തിന് അത്രയും എളുപ്പമാക്കിക്കൊണ്ട്. ഓക്കെ, അപ്പം ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ എന്താ പറയാ, നല്ലൊരു ആഗ്രഹം ആയിഷിന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ അത് ബേസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അത് അവൾക്ക് ഇപ്പോഴും അറിയില്ല, അവളാണ് എന്റെ ഇൻസ്പിറേഷൻ. അവൾ ഇനി ഇപ്പൊ ഇത് കണ്ടാൽ മനസ്സിലാവും. അവളോട് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല? ഇല്ല, പറഞ്ഞിട്ടില്ല. അവള് കോണ്ടാക്ട് ചെയ്യും 12 മണി കഴിഞ്ഞാല് രാത്രി. അന്നേരം ഒരു കോൺഫറൻസ് കോൾ ഒക്കെ ഉണ്ട് നമുക്ക്. ഫ്രീ ആവുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. ഉണ്ട്, ഇതാ ഇപ്പൊ വരെ വാട്സപ്പ് എടുത്ത് നോക്കിയാല് കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ജേണി കൊണ്ടുപോകാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഫിസിക്സ് പഠിക്കുന്നതിന് ഫിസിക്സ് എന്നുള്ള പാർട്ട് എളുപ്പമുണ്ട്, മറ്റതിന് കൂടുതൽ എന്താ പറയുക സ്ട്രെസ് കൊടുത്ത് കെമിസ്ട്രി, ബയോളജി, മെൻറ്റർഷിപ്പിൻ്റെ കാര്യമൊക്കെ കൂടുതൽ എടുത്ത് പറഞ്ഞു. ഫാക്കൽറ്റീസ് കൂടുതൽ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ സറൗണ്ടിങ്, എസ്പെഷ്യലി സറൗണ്ടിങ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. ഇപ്പോൾ ഇങ്ങനെ ആഗ്രഹം തോന്നിയ ആൾ, ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ്, സ്റ്റിൽ അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ചോദിക്കുന്നത്. ഇങ്ങനെ ആഗ്രഹം തോന്നിയ ആൾ എന്ത് ചെയ്യണം? അതായത് ഇപ്പം ഫസ്റ്റ് ഇയർ ഫിസിക്സ് ആണ്, ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയാണ് പഠിക്കുന്നത്. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നത് പ്രൊമോട്ട് ചെയ്യണോ? എന്താണ് അതിൻ്റെ ബേസ് സാധനം? എന്താ എല്ലാവരും അത് ചെയ്യുന്നത് നല്ലതുമല്ല, കാരണം അവർ പല എല്ലാ ഏരിയയിലേക്കും പോകേണ്ട ആളുകളുണ്ട്. ശരിക്കും അങ്ങനെ ഒരു സാഹചര്യം പരിശോധിക്കുക. കാരണം റിപ്പീറ്റ്, സൂപ്പർ റിപ്പീറ്റ് എന്ന് പറഞ്ഞ് വർഷങ്ങൾ പോകുന്നതിന് പകരം ഇങ്ങനെ ഒരു കോഴ്സ് കയ്യിലുണ്ടല്ലോ, ഷുവറായിട്ട് അത് പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. കാരണം ഈ BSc കോഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 വർഷം നമുക്ക് പ്രത്യേകിച്ച് പണിയില്ല. ആദ്യത്തെ 2 വർഷത്തിൽ ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസ്, പിന്നെ വെറുതെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുക, ഈ പരിപാടിയാണ് കോളേജിലെ. ഈ സെം എക്സാമിന് പഠിക്കുക എന്ന് പറയുന്നതും ആദ്യത്തെ 4 സെം ബുദ്ധിമുട്ടുള്ളതല്ല. അപ്പൊ അവസാനത്തെ ലാസ്റ്റ് ഇയർ ആണ് ഫിസിക്സ് ഒക്കെ ആകുമ്പോൾ പ്രാക്ടിക്കൽസ് ഒരുപാട് വരും. പിന്നെ 5th, 6th സെമസ്റ്റർ മാത്രമേ ഫിസിക്സ് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അപ്പം മാത്രമേ പഠിച്ചത്. സെക്കൻഡ് ഇയറിൽ ഞാൻ നന്നായിട്ട് ബയോളജി നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഒന്നും ഇല്ലാണ്ട് പോകണ്ടല്ലോ. അപ്പൊ സെക്കൻഡ് ഇയറിലെ ബയോളജി നോക്കിയിട്ടുണ്ട്, കെമിസ്ട്രി ഇനോർഗാനിക്കിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ പ്ലാൻ ആക്കുന്നവർക്ക് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രശ്നം പിന്നെ റിയലി ഇൻസ്പയർഡ് ആവണം. എനിക്ക് ആ ഒരു ഫീൽഡിലേക്ക് പോകേണ്ടതെന്നുള്ള റിയൽ തോട്ട് വേണം. ഞാൻ ചോദിക്കട്ടെ, റിയാരി ഇപ്പം ബൈ ചാൻസ് ഈ വർഷം ചെയ്യാൻ പറ്റിയിട്ടില്ല, അടുത്ത വർഷം ട്രൈ ചെയ്യാൻ പറ്റുമോ? ചെയ്യായിരുന്നു. ഇപ്പൊ അസുഖമോ കാരണോ അല്ലെങ്കിൽ ഈ വർഷത്തെ ചില ബുദ്ധിമുട്ടോ സാഹചര്യങ്ങളോ എന്തെങ്കിലും കാരണം ചെയ്യാൻ പറ്റില്ല, അടുത്ത വർഷം ട്രൈ ചെയ്യാം. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു തോട്ട് വന്ന പേഴ്സൺസ് ഓപ്ഷണലായിട്ട് നോക്കാണ്ട് അല്ലേ? ഇതിന്റെ കൂടെ പലരും ഞാൻ നോക്കി കണ്ടിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പേരെടുത്ത് കാണിക്കുമ്പോൾ അതന്നെയാണ് പ്രോട്ടോടൈപ്പ് എന്ന് എപ്പോഴും പറയാൻ പറ്റൂല. കാരണം ബാക്കി ചില ആളുകളുണ്ട് ഫിസിക്സ് കെമിസ്ട്രി നോക്കുന്നതിന്റെ കൂടെ നോക്കുന്ന ആളുകളുണ്ട്, പക്ഷെ അവർ വൺ ഓഫ് ദ ഓപ്ഷൻ ആയിട്ട് കാണുള്ളൂ. ഇത് നിർബന്ധമൊന്നുമില്ല. സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഞാൻ കോളേജ് അതിന് മാത്രം എനിക്ക് എക്സ്പോഷർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊന്ന് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഞാൻ കോളേജ് ടൂർ പോയിട്ടില്ല, ഫെയർവെല്ലിന് പങ്കെടുത്തിട്ടില്ല, നമുക്ക് ഹോളി സെലിബ്രേഷൻ ഉണ്ടാവും, അതിന് പങ്കെടുത്തിട്ടില്ല. അങ്ങനെയുള്ള സാക്രിഫൈസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ കോളേജ് സാക്രിഫൈസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു തോന്നുന്ന ആളുകൾ ഇതേപോലത്തെ എന്താ പറയാ, എന്റെ എയിം അത് തന്നെയാണ് അല്ലെങ്കിൽ എന്റെ ഡെസ്റ്റിനേഷൻ അതാണ് ഉറപ്പിച്ച് പോകേണ്ട ആളുകൾക്ക് അത് ചൂസ് ചെയ്യാന്നുള്ളത്. അപ്പം തന്നെ NCERT ബയോളജി ഒക്കെ, ഫിസിക്സ് ആണെങ്കിൽ ബയോളജി കെമിസ്ട്രി ഒക്കെ നോക്കി തുടങ്ങാം. ഫിസിക്സിന്റെ ഒരു ബേസ് നിങ്ങൾക്ക് ഉണ്ടാവും, കെമിസ്ട്രി ആണെങ്കിൽ ഫിസിക്സ്. കോളേജിൽ തന്നെ ഫ്രീ ടൈംസ് ഒരുപാട് കിട്ടും. അപ്പൊ ഞാൻ ലൈബ്രറിയിൽ പോയിട്ടുണ്ട്, NCERT ടെക്സ്റ്റ് എടുത്ത് ലൈബ്രറിയിൽ വായിക്കാൻ പോലും നമ്മള് അതിനുവരെ NCERT ടെക്സ്റ്റും കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, എനിവേ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടുവേർഡ്സ് എൻഡ് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല പാട്ടുകാരി ഒരു പാട്ട് വെച്ച് എൻഡ് ചെയ്തതിന് എന്താ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ഡോപ്പേന്റെ കഴിഞ്ഞ വർഷത്തെ റെഡ് കാർപ്പറ്റിൽ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അല്ലേ? ഞാൻ അന്നാണ് തോന്നുന്നത് യാരിന്റെ പാട്ട് ശ്രദ്ധിച്ചിരുന്നു. ഓരോ ഹോസ്റ്റലിന്റെ ഇവന്റുകളായിട്ട് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോണ്ടിരിക്കും. അന്ന് ഏത് പാട്ട് പാടിയിരുന്നത്? അന്ന് ഒരു തമിഴ് സോങ്. ഇപ്പൊ ഏതാ പാട്ട് പാടാൻ പോകുന്നത്?
ഇപ്പോൾ പടമാണെങ്കിൽ ആയിക്കോട്ടെ. ഇതിലെ ടെമ്പോ സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലും മാറ്റേണ്ടി വരുമോ? ഇല്ല 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 അത് കളിയാക്കിയതാണല്ലേ. അല്ല, സാധാരണ പാട്ടുകാർക്ക് അതാണ് കുറച്ച് ഹലോച്ചൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒന്ന് റെഡി ആക്കി കഴിഞ്ഞാലാണ് സാധനം വരിക എന്നുണ്ടെങ്കിൽ. നീല പൈതലേ തെളിനീർ മുത്തു ചാർത്തിയോ കിളിത്തൂവൽ പോ അലിപോലുന്ന കൺപീലിയിൽ ഇതളുറങ്ങാത്ത പൂവ് പോ നീ അരികിൽ നിൽപ്പൂ തഴുകാം താന്തമായി നീല പൈതലേ തെളിനീർ മുട്ടു ചാർത്തിയോ. അപ്പോൾ അടിപൊളിയായി. നമുക്ക് ഇൻ്റർവ്യൂവിന് നല്ല വണ്ടർഫുൾ എൻഡിങ് കിട്ടി. അപ്പം എനിവേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഡോപ്പയുടെ ഫർദർ ഫിസിക്സ് സപ്പോർട്ട് ചെയ്യാനോ സ്റ്റുഡൻസിനെ മെൻറ്റർ ചെയ്യാനൊക്കെ ആരും നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫർദർ ഇത് റിലേറ്റഡ് ആയ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനടി കമൻറ്റ് ചെയ്യാം. ആരിൽ നിന്ന് നേരിട്ട് റെസ്പോൺസ് കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു ഫർദർ ഡിഗ്രി പേഴ്സൺ സെപ്പറേറ്റ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ നമുക്കൊരു മെൻറ്ററിങ് ഒക്കെ കൊടുക്കാം. ഡെഫിനറ്റ്ലി മെൻറ്ററിങ് ഒക്കെ തുടങ്ങാം. അത് ഇൻസ്ട്രക്ട് ചെയ്യാം, അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങൾ തുടങ്ങാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിനൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങി ചെയ്യാൻ തോന്നുന്നു. എനിക്ക് സ്പോണ്ടേനിയസ്ലി തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പുതിയൊരു സ്റ്റുഡൻറ്റിനെ കണ്ടുവരുന്നതിനെ കാണാം. താങ്ക് യു.